നമുക്കെല്ലാവർക്കും തലവേദന ഉണ്ടാവാറുണ്ടല്ലോ. പലതരം തലവേദനകളുണ്ടെങ്കിലും ഏറ്റവും കൂടുതൽ കാണപ്പെടുന്നത് മൈഗ്രെയിൻ തലവേദനയാണ്. ഈ ലോകത്ത് 100 കോടിയിലധികം പേർക്ക് മൈഗ്രെയിൻ തലവേദന ഉണ്ട് എന്നതാണ് കണക്കുകൾ കാണിക്കുന്നത്. അതിൽ 20 കോടിയിലധികം പേർക്ക് ക്രോണിക് മൈഗ്രെയിൻ ആണ്. ക്രോണിക് മൈഗ്രെയിൻ എന്ന് വെച്ചാൽ മാസത്തിൽ 15 ദിവസത്തിലേറെ മൈഗ്രെയിൻ തലവേദന വരുന്നവരെയാണ് ക്രോണിക് മൈഗ്രെയിനിസ് എന്ന് വിളിക്കുന്നത്. തലച്ചോറിലെ രക്തക്കുഴലിൻ്റെ വികസനമാണ് മൈഗ്രെയിൻ തലവേദനയുടെ കാരണമായി കണക്കാക്കുന്നത്. സ്ത്രീകളിലാണ് പുരുഷന്മാരെക്കാട്ടിലും മൈഗ്രെയിൻ തലവേദന അധികമായി കാണുന്നത്. കുട്ടികളിലും മൈഗ്രെയിൻ തലവേദന വരാം. അച്ഛനോ അമ്മയ്ക്കോ ഒരാൾക്ക് മൈഗ്രെയിൻ തലവേദന ഉണ്ടെങ്കിൽ 50%, 2 പേർക്കും മൈഗ്രെയിൻ തലവേദന ഉണ്ടെങ്കിൽ 75% മക്കൾക്ക് മൈഗ്രെയിൻ തലവേദന വരാൻ സാധ്യതയേറെയാണ്. പലതരം ജീവിതശൈലികളുടെ മാറ്റമാണ് മൈഗ്രെയിൻ തലവേദനയുടെ പ്രചോദനമായി, അതായത് ട്രിഗേഴ്സായി കണക്കാക്കുന്നത്. സമയത്ത് ഭക്ഷണം കഴിക്കാതിരിക്കുക, വെയിൽ അധികമായി കൊള്ളുക, വെള്ളം ശരീരത്തിൽ കുറയുക, വേദന മരുന്നുകളുടെ അധിക ഉപയോഗം, ഉറക്കക്കുറവ്, മദ്യപാനം, ക്ഷീണം എന്നിവയെല്ലാം മൈഗ്രെയിൻ തലവേദനയുടെ കാരണമായി കണക്കാക്കുന്നു. മൈഗ്രെയിൻ തലവേദനയ്ക്ക് പലതരം ചികിത്സകളുണ്ടെങ്കിലും ജീവിതശൈലിയുടെ മാറ്റങ്ങൾ തന്നെ കുറേ മൈഗ്രെയിൻ തലവേദന കുറക്കാൻ കാരണമാകുന്നു. അതായത് സമയത്ത് ഭക്ഷണം കഴിക്കുക, വെയിൽ കൊള്ളുന്നത് കുറയ്ക്കുക, വെള്ളം നന്നായി കുടിക്കുക, മദ്യപാനം കുറയ്ക്കുക, വേദന മരുന്നുകളുടെ ഉപയോഗം കുറയ്ക്കുക, അജിനോമോട്ടോ, ഫുഡ് കളേഴ്സ് എന്നിവ ചേർത്ത ഭക്ഷണങ്ങൾ കഴിക്കാതിരിക്കുക എന്നിവയെല്ലാം മൈഗ്രെയിൻ തലവേദന കുറക്കാൻ നമ്മളെ സഹായിക്കും. അതുകൂടാതെ മരുന്നുകളിലോട്ട് വരുമ്പോൾ കഠിനമായ തലവേദനയ്ക്കും പ്രിവെൻറ്റീവ് മെഡിസിനും രണ്ടും 2 രീതിയിലുള്ള ചികിത്സയാണ്. കഠിനമായ തലവേദനയ്ക്ക് ജീപാൻസ്, ട്രിപ്റ്റാൻസ്, എർഗോട്ടമീൻസ് എന്നീ വിഭാഗത്തിൽപ്പെട്ട മരുന്നുകളും പ്രിവെൻറ്റീവ് മെഡിസിന് വേണ്ടി അമിട്രിപ്ലിൻ, സോഡിയം വാൽപ്രേറ്റ്, ടോപ്പിറാമേറ്റ് എന്നീ മരുന്നുകളുമാണ് അധികമായി ഉപയോഗിക്കുന്നത്. പിന്നെ ഒരു കാര്യം, എല്ലാ തലവേദനകളും മൈഗ്രെയിൻ തലവേദനയല്ല. തലച്ചോറിലെ രക്തസ്രാവം കൊണ്ടും തലച്ചോറിലെ നീരുവീഴ്ച കൊണ്ടും തലച്ചോറിലെ മുഴകൾ കാരണം കൊണ്ടും തലവേദനകൾ വരാം. ഏത് തലവേദനയാണെന്ന് കണ്ടുപിടിക്കാൻ വേണ്ടി ഒരു ഡോക്ടറെ സമീപിക്കേണ്ടതാണ്. സ്വയം ചികിത്സ പാടില്ല.